അപ്പോൾ ഇന്ന് സൂര്യ നമസ്കാരം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് പറഞ്ഞുതരാം. സൂര്യ നമസ്കാരം വ്യത്യസ്തമായി 6 ആസനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 6 ആസനങ്ങൾ ചേർന്ന് 10 നിലകളുടെ ഒരു പരിവൃത്തിയാണ്. അതായത് പ്രാണാമാസനം, ഹസ്ത ഉദ്ദാനാസനം, പാദഹസ്താസനം, അശ്വസഞ്ചലനാസനം, പർവ്വതാസനം, ഭുജംഗാസനം, ഈ 6 ആസനങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിവയാണ് യാഥാക്രമം സൂര്യ നമസ്കാരത്തിൻ്റെ ഭാഗമായി ചെയ്യപ്പെടുന്ന ആസനങ്ങൾ. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് സംബന്ധിച്ച് പറയുമ്പോൾ, പ്രഭാതത്തിൽ പതിവായി നിശ്ചിത സംഖ്യ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സമയക്കുറവുള്ളവർക്ക് സൂര്യ നമസ്കാരം മാത്രമായി ചെയ്യുന്നതും വളരെ നല്ലതാണ്, അല്ലേ? ഒത്തിരി ജോലികൾ കൂടുതലുണ്ട്. ഇപ്പോൾ പല ആളുകളും പറഞ്ഞ് സമയമില്ല, യോഗ ചെയ്യാനോ വ്യായാമങ്ങൾ ചെയ്യാനോ ഇതൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ പറയുന്ന ആളുകളാണ് ഈ സൂര്യ നമസ്കാരം ഡെയിലി ഒരു 3-4 ചെയ്യാം, 10 ചെയ്യാം, 100 ചെയ്യാം, എന്തൊക്കെ അത് അവരോട് ഇതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിച്ചത്, ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടല്ലേ, പ്രഭാത സൂര്യൻ അഭിമുഖമായി സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതോടൊപ്പം അസ്ഥിവ്യൂഹത്തിൻ്റെ ആരോഗ്യത്തിനും അനിവാര്യമായ വൈറ്റമിൻ ഡി ശരീരത്തിന് ഉൽപ്പാദിക്കുന്നതിനും സഹായകരമാകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രയോജനങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യണം. 10 തവണ ചെയ്യാം, 20, 30, 40, 50, 100, 500 തവണ ചെയ്യുന്ന ആളുകളുമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിൽ രോഗങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഞ്ഞായിരുന്നു, ഇന്ന് നല്ല ഒരു ക്ലൈമറ്റാണ് അല്ലേ. തണുപ്പ് കൂടുതലുണ്ട്. തണുപ്പ് കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഉള്ളിൽ അവയവങ്ങൾ ചൂടായിരിക്കും അല്ലേ. ദഹനത്തിൽ കുഴപ്പങ്ങൾ വരുമ്പോൾ, ഫാറ്റ് കൂടിയ ഫുഡുകൾ കഴിക്കുമ്പോൾ അത് വലിയ തോതിൽ തണുപ്പ് ശരീരത്തിൽ പുറത്തുണ്ടാവും. കമ്പിളി കൊണ്ടിടും, ഷട്ടറിടും അല്ലേ. കുട്ടികളൊക്കെ ഇങ്ങനെ പൊതിച്ച് കിടന്ന് ഉറങ്ങും, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് നേരിടാൻ കഴിയണം. സൂര്യ നമസ്കാരം പറഞ്ഞുതരാം, 1-2 തവണ പറഞ്ഞുതരും. അത് നിങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇടപെടൽ നിങ്ങൾ നടത്തണം. ഓക്കെ.